അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യയിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ എന്ത് തോന്നിവാസവും ഇന്ത്യയിൽ കാണിച്ചുകൂട്ടാമെന്നാണ് സംഘികളുടെ ധാരണ. അതുകൊണ്ട് തന്നെ അവർ മതം പറഞ്ഞും ജാതി പറഞ്ഞുകൊണ്ടും അക്രമങ്ങളും കൊലപാതകങ്ങളും വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കിന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണാൻ സാധിക്കും. മതേതരം കൊണ്ടും മതസൗഹാർദ്ദം കൊണ്ടും പേരുകെട്ട ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മൂലം ലോകത്തിനു മുമ്പിൽ ഇന്ന് തലകുനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്രയും മോശമാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയെ മോശം അവസ്ഥയിലേക്ക് എത്തിച്ചതോ സംഘപരിവാര ശക്തികൾ തന്നെയാണ്. അവർക്ക് മാത്രമേ ഈയൊരു കാര്യത്തിൽ പങ്കുള്ളൂ എന്നതാണ് സത്യം. ഇന്ത്യയിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയിൽ എന്തും കാണിച്ചുകൂട്ടാമെന്നുള്ള ഒരു ലൈസൻസ് കിട്ടിയതുപോലെയാണ് സംഘികൾ ഇവിടെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അതിനായി മറ്റു മതങ്ങളെ അവർ ആക്രമിക്കുന്നു, മറ്റു മതങ്ങളുടെ ദേവാലയങ്ങളെ അവർ പിടിച്ചടക്കാനായി ശ്രമിക്കുന്നു. മുസ്ലിമുകളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം ദേവാലയങ്ങൾ അവരുടെ ആദ്യത്തെ അമ്പലമായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ് അവിടെ ക്ഷേത്രം പണിത് ആ പള്ളിപ്പറമ്പിലെ അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവർക്കിപ്പോൾ ഒരു ഹുങ്ക് വന്നിരിക്കുകയാണ്. അതായത് ഏത് പള്ളി വേണമെങ്കിലും ഞങ്ങൾക്ക് പിടിച്ചടക്കാനും അവിടെ അമ്പലം പണിയാനും സാധിക്കും, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളത്. എന്നാൽ അത് നിങ്ങളുടെ വെറും ധാരണ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെയാണ് പല മുസ്ലിം പള്ളികൾക്ക് നേരെയും ക്രിസ്തീയ പള്ളികൾക്ക് നേരെയും അവർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ബാബരി പോലെ എല്ലാം മാറ്റിയെടുക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ ഗ്യാൻവാപ്പി മസ്ജിദിന് മേലെ തിരിഞ്ഞത്. അത് മുൻപ് അമ്പലമായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ കോടതിയിലേക്കെത്തി. കോടതി വിധി എന്ത് തന്നെയായാലും അവർക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതാണല്ലോ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത്. നമ്മുടെ ഈ രാജ്യത്ത് മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അനുകൂലം തന്നെയായിരിക്കാം വരുന്ന വിധികളെല്ലാം. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. രാജസ്ഥാനിലെ അജ്മീർ ദർഗയ്ക്ക് നേരെ സംഘികൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അവിടെ ക്ഷേത്രമായിരുന്നുവെന്നും പണ്ട് അറബികൾ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അവർ അത് മാറ്റി പള്ളി പണിതതാണെന്നും അത് അവിടെ അമ്പലഭൂമിയാണെന്നും അത് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘികൾ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. അജ്മീർ ദർഗയെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ചരിത്രം നാം എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ചെറുപ്പം മുതലേ സ്കൂളിൽ പോയവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കൂൾ കാലഘട്ടത്തിൽ ചെറുപ്പം മുതലേ അജ്മീർ ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പറ്റി നാം ചെറുപ്പം മുതൽ സ്കൂളുകളിൽ വരെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ലോകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല. എന്നാൽ സ്കൂളിൽ പോകാത്തവരോട് ഇതെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സംഘികൾ അമ്പലമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ സാംസ്കാരിക പൈതൃകങ്ങളെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ അവർ അജ്മീർ ദർഗയ്ക്ക് നേരെ തിരിഞ്ഞിട്ടുള്ളത്. ഈ അജ്മീർ ദർഗ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ മാത്രം ചെല്ലുന്ന ഒരു ഇടമല്ല, മറിച്ച് എല്ലാ മതക്കാരും അവർക്കൊരാശ്വാസത്തിന് വേണ്ടി വന്നെത്തുന്ന ഒരു ഭൂമിയാണ്. എല്ലാ മതക്കാരും വരുന്നത് കൊണ്ട് തന്നെ അതൊരു സാംസ്കാരിക നിലയമെന്ന് തന്നെ പറയേണ്ടി വരും. ചരിത്രം പഠിക്കാത്ത സംഘികൾ അമ്പലമെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഈ ഒരു അവകാശവാദം സംഘികൾ ഉന്നയിച്ചതോടെ മുസ്ലിമീങ്ങളെല്ലാം രോക്ഷാകുലരായിരിക്കുകയാണ്. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അജ്മീർ ദർഗയിൽ നിങ്ങൾ തൊടില്ല എന്ന് അവിടുത്തെ മുസ്ലിമീങ്ങൾ ഉറച്ച തീരുമാനം എടുക്കുകയാണ്. അതെ, ഇനി സാഹചര്യം മാറിമറിയാം. കാരണം അവർ ഓരോ പള്ളികളെയും ഇപ്പോൾ അമ്പലങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തട്ടിയെടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കുന്ന കാലഘട്ടം മാറേണ്ടിയിരിക്കുന്നു എന്ന് കരുതി അക്രമങ്ങളിലേക്ക് മുതിരണം എന്നുള്ളതല്ല, മറിച്ച് നമ്മുടേതായവയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. അജ്മീർ ദർഗ പോലെ മുസ്ലിമീങ്ങൾ ഏറ്റവും ആരാധിക്കുന്ന ഒരു പള്ളിയാണ് അത്. അതിനുമേലെയാണ് ഇന്ന് സംഘികൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്നത്. മാത്രമല്ല, രാജസ്ഥാൻ ഇതുവരെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ഇന്ന് രാജസ്ഥാന്റെ അധികാരമുള്ളത് BJPയുടെ കയ്യിലാണ്. ആ ഒരു അധികാരം എടുത്തുകൊണ്ടാണ് സംഘികൾ ഇപ്പോൾ അവിടെ അഴിഞ്ഞാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ ഭരണകൂടത്തിന്റെ ഒത്താശ അവർക്ക് ലഭിക്കുമെന്ന ധാരണയിൽ. എന്നാൽ ഇത്തരത്തിൽ മുതിരുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഇന്ന് കാണുന്നതിലും പരിതാപകരമാകുമെന്നുള്ളത് തീർച്ചയാണ്. മതസൗഹാർദ്ദം കൊണ്ട് അറിയപ്പെട്ടിരുന്ന നമ്മുടെ രാജ്യം മതങ്ങൾ പറഞ്ഞ് തമ്മിൽ തല്ലുന്ന രാജ്യമായി ഇന്ന് ലോകത്തിനു മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതെ, നമ്മുടെ ഇന്ത്യയെ ഇന്ന് സംഘപരിവാര ശക്തികൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്കിന്ന് പറയാൻ. അയോധ്യയിലെ പള്ളിപ്പറമ്പിൽ രാമക്ഷേത്രം ഉയർന്ന പോലെ ഓരോ മുസ്ലിം പള്ളിയുടെ സ്ഥലത്തും ഓരോ ക്രിസ്തീയ ദേവാലയങ്ങളുടെ സ്ഥലത്തും അമ്പലങ്ങൾ പണിയാമെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അക്രമകാരികൾക്ക് തക്കതായ ശിക്ഷ നൽകട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു ശാന്തിയും സമാധാനവും നിലനിർത്തി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.